നവകേരള സദസ് യാത്രയ്ക്കിടെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ ആദ്യ അന്വേഷണ റിപ്പോർട്ട് തിരുത്തിയതായി SITയുടെ കണ്ടെത്തൽ. മുൻ അന്വേഷണ ഉദ്യോഗസ്ഥനായ ആലപ്പുഴ ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP സുനിൽ രാജിനെ ഉടൻ SIT ചോദ്യം ചെയ്യും. ആദ്യ റിപ്പോർട്ട് തിരുത്താൻ ADGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ ഇടപെട്ടെന്ന് AD തോമസ് MLA പറഞ്ഞു. മർദ്ദിച്ച കൂടുതൽ ഉദ്യോഗസ്ഥരെയും പ്രതി ചേർക്കണമെന്നും AD തോമസ് ആവശ്യപ്പെട്ടു. വളരെ ഗൗരവമുള്ള വിഷയമാണ്. അടിയന്തരമായ നടപടി ഇതിനാവശ്യമാണ്. ആദ്യത്തെ ആവശ്യം ഈ SITയുടെ റിപ്പോർട്ടിന് പ്രകാരം എന്ത് നടപടിയാണ് ഉണ്ടാകുന്നതെന്ന് നോക്കിയതിന് ശേഷം ഈ റിപ്പോർട്ട് തിരുത്താൻ അതിൻ്റെ മുന്നിലും പിന്നിലും പ്രവർത്തിച്ച ചില ഉദ്യോഗസ്ഥരുണ്ട്, ചില ADGP ആയിരുന്ന ആളുകളൊക്കെ ഉണ്ട്. അവർക്കെതിരെയും നടപടി ഉണ്ടാകണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. മർദ്ദന സ്ഥലത്തെ CCTV ഇതുവരെ പരിശോധിച്ചിട്ടില്ലെന്ന് യൂത്ത് കോൺഗ്രസ് നേതാവായ അജയ് ജുവൽ കുര്യാക്കോസ് പറഞ്ഞു. കേസ് അട്ടിമറിച്ചവരെ കണ്ടെത്തണമെന്നും അജയ് ജുവൽ കുര്യാക്കോസ് ആവശ്യപ്പെട്ടു. ഇതിൽ കൃത്യമായി അനിൽകുമാറിൻ്റെയും സന്ദീപിൻ്റെ നേതൃത്വത്തിലുള്ള ആൾക്കാർ കാണിച്ചത് അവരുടെ ഡ്യൂട്ടി അല്ല എന്ന് ഞങ്ങൾ ആദ്യം മുതൽക്കേ പറയുന്നൊരു കാര്യമാണ്. ഇവർ ഈ വിഷയത്തിൽ ഒരു തിരുത്ത് നടത്തി, അല്ലെങ്കിൽ ഇവർ സുതാര്യമായ ഒരു അന്വേഷണം നടത്താതിരുന്നതിൻ്റെ കാരണം മുകളിൽ നിന്നുള്ള ഇടപെടൽ തന്നെയാണ്. അതിൽ ആദ്യം മുതൽക്കേ ഈ ചൈത്ര മാഡം ഒരു പോസിറ്റീവായ റിപ്പോർട്ട് കൊടുത്തു എന്നൊരു പരക്കെയൊരു വാർത്തകൾ ഇവിടെ ഈ ആലപ്പുഴയുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ ഒരു വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. ഇതിൽ ഇടപെടൽ നടത്തിയത് MR അജിത് കുമാർ ആണെന്ന് ഞാനും ഈ വാർത്തയിൽ വരുമ്പോഴാണ് ദിവസം പറയുമ്പോഴാണ് ഞങ്ങൾ പറയുന്നത്. അറിയാൻ സാധിച്ചത് മൂന്ന് ദിവസത്തോളം ഇവിടെ അന്ന് അന്വേഷിച്ചിരുന്ന അന്വേഷണ ഉദ്യോഗസ്ഥനെ ഈ ട്രിവാൻഡ്രം ADGP ഓഫീസിൽ വിളിച്ചു വരുത്തി അതിലൊരു അന്വേഷണ ഉദ്യോഗസ്ഥൻ ബോധം കെട്ട് വീണു എന്നൊക്കെയാണ് കേൾക്കുന്നത്. 4 ദിവസത്തേക്ക് 4 ദിവസം അവിടെ നിർത്തുകയും തിരുത്തണമെന്ന് ആവശ്യപ്പെടുകയും 113, അതായത് അദ്ദേഹത്തിൻ്റെ ഇവരുടെ ഡ്യൂട്ടി ഡിസ്ചാർജ് ചെയ്തതാണ് എന്ന് തിരുത്തണമെന്നാണ് ഈ പറയുന്ന ADGP ആവശ്യപ്പെട്ടതെന്ന് അറിയാൻ സാധിച്ചത്. അതൊക്കെ SITനകത്ത് ഉൾപ്പെടുത്തി അന്വേഷിക്കണം എന്നുള്ള ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഗൺമാൻമാർ മർദ്ദിച്ച കേസിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. SITയുടെ പ്രവർത്തനം നടക്കട്ടെ, റിപ്പോർട്ട് കിട്ടട്ടെ. റിപ്പോർട്ട് കിട്ടിയാൽ റിപ്പോർട്ടിൻ്റെ ബേസിസിൽ ശക്തമായ നടപടി കൈക്കൊള്ളും. വ്യവസ്ഥാപിതമായ നിലയിലാണ് പോലീസ് പ്രവർത്തിക്കുന്നത്. ഞങ്ങൾ DGP ഒരു SIT രൂപീകരിച്ചു. അവരതിൻ്റെ അന്വേഷണം നടക്കുകയാണ്. അതൊരു ഫാക്ട് ഫൈൻഡിംഗ് ആണ്. ആ ഫാക്റ്റുകൾ പുറത്ത് വരട്ടെ. എന്താണ് എന്നുള്ളത് വസ്തുതകൾ റിപ്പോർട്ടിൽ ഉണ്ടാകുമല്ലോ. ആ റിപ്പോർട്ട് വരട്ടെ. വന്നിട്ട് റിപ്പോർട്ടിൻ്റെ ബേസിസിൽ ശക്തമായ നടപടി ഉണ്ടാകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.